മരക്കാരെ ജടാ. ഞാൻ ആണ്ടും ഇങ്ങോട്ടും ഒക്കെ അങ്ങനെ നോക്കിക്കേ വെല്ലടിച്ചിട്ട് കൊറേ നേരം ആരും കാണുന്നില്ല. അല്ല നിങ്ങൾ എന്തിനാ അർജന്റ് ആയിട്ട് വരാൻ പറഞ്ഞ് ഫോൺ വിളിച്ചു? ഞാൻ വേറൊരു വഴിക്ക് ഇറങ്ങാൻ നിൽക്കായിരുന്നു. എന്നെ കൊണ്ട് ചെറു കാര്യണ്ട്. ഞാൻ പറയുന്ന കാര്യം ലോകത്തൊരു കൂട്ടി അറിയരുത്. അതിപ്പോ എന്താ കാര്യം? മരക്കാരന്റെ അടുത്ത് പുറത്തു പോലട്ടോ നിനക്ക് പറയാം. എന്റെ പെങ്ങക്കുണ്ടായ ലക്ഷണം കെട്ട ഒരു ചെക്കണ്ടല്ലോ, ഓന്റെ പെങ്ങളെ ആ ബീരാന്റെ എവിടുന്ന വളച്ച ജാതിയനെ ഏതാന്നറിയില്ല, ഓനെ കൊണ്ട് കെട്ടിച്ചാൻ വേണ്ടിട്ട് മെനക്കെടുക. ആ കാര്യം ഒന്നാണ് മുടക്കി തരണം. ഇവിടെ എത്തിയത് വീരൻ എന്നോട് പറഞ്ഞു ആ ചെക്കനൊരു കല്യാണം കൊണ്ടുവരാന്. ആ ചെക്കന്റെ വാപ്പേതാ അമ്മേതാന്ന് അറിയില്ല. ഇങ്ങളെ പെങ്ങളെ കുട്ടിന്റെ കാര്യം എനിക്ക് അറിയായിട്ടല്ല, ഞാനത് കൊളത്തായിരുന്നു. അതൊന്നും ഞമ്മളെ കുടുംബത്തിന് പറ്റിയതല്ല. അതേനല്ലപ്പ ഞാൻ എന്നോട് പറഞ്ഞത്. പെങ്ങളെ ചെക്കൻ തണ്ടും തടി ഉണ്ട് എന്നല്ലാതെ തലയിലൊരു വസ്തു ഇല്ലാന്ന്. എനിക്ക് കല്യാണം നടത്താനും അറിയാം, അത് മുടക്കാനും അറിയാം. ഈ കല്യാണം ഞാനാണ് മുടക്കിത്തരാം. ഇങ്ങളെ കുടുംബത്തിന് പറ്റിയ തറവാട്ട് പറഞ്ഞൊരു ചെക്കനെ ഞാനൊരു കൊടുന്നും തരാം. മറാജിക്കേ ഓശിക്കാരൊന്നും ചെയ്യൊന്നും വേണ്ട, ഇതവിടെ വെച്ചോ. ഇതും വാങ്ങി പെയ്ക്കാണ്ട് ഇത് മുടക്കിയിട്ടില്ലാന്നുണ്ടെങ്കില് ഇത് വെറുതെ കൊണ്ടെടുക്കൊന്നുമല്ല. തോക്കൊന്നും നിങ്ങൾ എടുക്കേണ്ടി വരൂല. ഇന്നെ കൊണ്ട് കജ്ജിന കാര്യം ഞാൻ ഏൽക്കുള്ളൂ. എന്നാ അജയനെ ഞാനാണ് പോട്ടെ കേട്ടോ. കല്യാണം മുടക്കിയാലും പൈസ എന്നാ അപ്പൊ ഇത് മുടക്കാൻ നടന്നാൽ മതിയല്ലോ. ഇതൊരു പാടുണ്ടല്ലേ, മുടക്കലാപ്പ സൗകര്യം തോന്നുന്നുണ്ട്. കഞ്ഞി തേഞ്ഞില്ല ചെങ്ക്. ആ കഞ്ഞി തേഞ്ഞുടി. ഓൽക്ക് ഉച്ചക്കൊക്കെ ചോറ് വേണ്ടാന്ന് പറഞ്ഞുകൊണു. ഓല് 2 മണിയോ 1 മണിയൊക്കെ ആകുമ്പോത്തിന് പണി നിർത്തി പോകുന്നറിഞ്ഞു. ആ തബൂക്കും കട്ടൊക്കെ അവിടെ ഇറക്കിയിട്ടീന്നല്ലേ, അതായിട്ട് പണി ഇരിക്കണില്ലേ? ഓല എന്തേ നാർത്തന്നെ പോണു? തബൂക്കും കട്ടയായിട്ട് കെട്ടുന്നുണ്ട്, അത് നാളെ കെട്ടാന്നാ പറഞ്ഞത്. ഓല് ഉച്ച വരെ പണിയെടുക്കലുള്ളോലോ, നേരത്തെ വന്നിക്കാണ്ട്. ഇനിയിപ്പോ ഓല് ചോറൊക്കെ വേവിച്ചിക്കാണ്ടേ ഓലെ വിശ്രമമൊക്കെ കഴിഞ്ഞ് പണിയെടുക്കുമ്പോ പണിയൊന്നും ഉണ്ടാവൂല. വെറുതെ വൈകുന്നേരം വരെ പണിയെടുക്കണം. ഇപ്പത്തേനാണ് നിർത്തുകയാണ് നല്ലത്. അതേതായാലും നന്നായി. ഓൽക്ക് ചോറും കൂട്ടാനും ഉണ്ടാക്കാനും നല്ല പണിയാണ്. എനിക്കിപ്പോ ചോറും കൂട്ടാനും ഉണ്ടാക്കേണ്ട പണിയാണ്. ഒരു മനുഷ്യൻ നമ്മളെ ഉമ്മരത്ത് നിൽക്കാണ്ട് പണിയെടുക്കുമ്പോൾ ഓൽക്ക് എന്തെങ്കിലുമൊക്കെ ചെലവിന് കൊടുക്കണം ലഭിച്ചു. അല്ലാതെ ചെലവ് നിങ്ങൾ എവിടെയെങ്കിലും കൊടുന്ന് തിന്നോളി അറിയുമ്പോൾ അതൊക്കെ ഒരു ബുദ്ധിമുട്ടാണ്. പിന്നെ ഇപ്പോൾ ആ തബൂവും കാട്ട ഞാൻ ഇപ്പോൾ കെട്ടിച്ചിട്ടതേ ഈ പന്നീൻ്റെ ശല്യം വല്ലാതെ ഉണ്ട്. അപ്പോൾ അതൊന്ന് ഒഴിവായി കിട്ടിച്ചിട്ടാണ് കെട്ടിച്ചിട്ടത്. നമ്മളെ സലാമിന്റെ കല്യാണക്കാരി എന്തായി? ആ പറമ്പത്തെ ചെക്കന്റെ പെങ്ങളെ കൊണ്ട് പറഞ്ഞീന്നില്ലേ, അതിന്റെ വല്ല വിവരം കിട്ടിയോ നിങ്ങൾക്ക്? അതിപ്പോൾ നടക്കൊന്നും തോന്നുന്നില്ല. ഓൽക്കിപ്പോൾ വാപ്പിയും ഇല്ലാത്തതല്ലേ, പല കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ട് ആ അമ്മോങ്കാക്കയാണ്. അപ്പോൾ മൂപ്പര് ഈ കല്യാണം നടത്താൻ പറ്റൂല എന്ന് പറഞ്ഞേക്കണമെന്ന് ആ ചെക്കൻ എന്നോട് പറഞ്ഞു. അപ്പോൾ തറവാടുത്തല്ലായിട്ടാണെന്നൊക്കെയാണ് അവരെ പറഞ്ഞത്. അതിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാരും നോക്കൂ. അതൊക്കെ ഇപ്പൊ കൂടിയതല്ലേ, നല്ലൊരു തറവാട്ടിൽ നിന്ന് അങ്ങനെ കിട്ടുമൊന്നുമില്ല. അത് മാത്രമൊന്നും അല്ലടി, ആ ഉമ്മറാജല്ല ആള്. അയാൾക്ക് മുതലുണ്ട് എന്നുള്ള ഒരു അഹങ്കാരം അല്ലെങ്കിലും ഒരു ഉങ്ക് നാലാളടിയില്. അയാളെ കുടുംബത്തിലുള്ളവർക്ക് പോയി അയാളെ പറ്റൂല. അയാൾ എങ്ങനെയാലും ആയിക്കോട്ടെ, നിങ്ങൾ അതിനൊന്നും അതൊന്നും പറയണ്ട. നിങ്ങൾ പിന്നെ ആ പെങ്കട്ടേരന്മാർക്കാരോടെ കല്യാണക്കാരൻ പറഞ്ഞില്ലേ, ഓന് വല്ല വിവരം തന്നോ? ഓനിപ്പോ ഓന് പെണ്ണുങ്ങളെന്താ പള്ളിയിലുണ്ടാവല്ലോ, അതിനൊക്കെ എന്താ ആശുപത്രി കിടക്കൊക്കെയാണ്. പോവാൻ വിളിച്ചിട്ടാണ് ആ ചെക്ക എടുക്കണമില്ല. എന്താണാവോ? നമ്മളിപ്പോ അതും പറഞ്ഞ് ഈ ചളിയിൽ കണ്ട ജിച്ചേ കുറച്ച് കഞ്ഞിൻ്റെ വെള്ളം കാട്ടിക്ക. സലാമേ, ഇപ്പാണിപ്പോ പള്ളിയിൽ കണ്ടില്ലോ. ഇപ്പൊക്കെ കാലിന്റെ മുട്ട് വേദന ആയിട്ടേ ആ പണിക്കാരത്ത് തട്ടിമുട്ടി നിന്നിട്ട് ഇപ്പനോട് എത്ര പറഞ്ഞാലും പോണ്ടാന്ന് ഇപ്പൊ പോകും. ഇപ്പൊ തൈലം തേച്ചിരിക്കാണ്. ഞാൻ ചോദിച്ചു എല്ലാ ഭക്തനും വരണ്ടാണേ, അല്ലെങ്കിൽ മൂപ്പര് കസാലിട്ട് കണ്ട് ഇന്ന് കാണാൻ. അല്ല, ഇന്ന് സുബൈക്ക് ഉസ്താദിനെ കണ്ടല്ലോ, അസർക്ക് കണ്ടില്ല. ഇന്ന് വ്യാഴാഴ്ചല്ലേ, ഇന്ന് മൂപ്പര് നാട്ടിൽ പോയതാണ്. ഇപ്പൊ ചെറുപ്പക്കാരല്ലേ, ചിലപ്പോ ബുധനാഴ്ച തന്നെ പോകലുണ്ട് സാധനം എത്തിച്ചു കൊടുക്കാനേ. ഉസ്താദിന് ഇപ്പൊ വ്യാഴാഴ്ച അല്ലേ പെരേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോഴേ ഈ വർത്താനം പറഞ്ഞപ്പോഴാ ചോർമ്മ വന്നത്. ആ ബാരിനെ വ്യാഴാഴ്ചേ ഞാൻ മദ്രസന്ന് കുട്ടികളായിട്ട് ഒരു ടൂറ് പോകുന്നുണ്ട്, ജിയാറത്ത് ടൂറ്. അപ്പൊ അവിടെ ആളുണ്ടായാലും മോലിയോട് പറഞ്ഞാലും മൂപ്പര് കേൾക്കല്. മൂപ്പര് വ്യാഴ്ച എന്തായാലും നാട്ടിൽ പോകും. അപ്പൊ എൻ്റെ എന്ത് വേണമെന്നറിയാം, ബാങ്ക് കൊടുക്കും വേണം, ഒന്ന് ഇമാമത്തുക്കും വേണം കേട്ടാ, അത് മറക്കരുത്. അല്ല, നിങ്ങൾ സുബൈന്റെ ദിവസമല്ലേ ഇവിടുന്ന് പോവുള്ളൂ? നമ്മളെ പള്ളിയിലാണ് സുബൈസ്കാരം കഴിഞ്ഞിട്ട് പോലെയിട്ട് ഞാൻ പോകേണ്ടത്. ബാക്കിയുള്ള 4 വക്ത് മറക്കരുത്, ബാങ്ക് കൊടുക്കാനും ഇമാമത്തിക്കാനും ഇട്ടാണ്. എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല.
പണിയേറ്റുണ്ടാ? പണിയൊക്കെ ഉണ്ട്. നിങ്ങൾ ഇനിയിപ്പോ പറയുമ്പോ കേൾക്കാതിരിക്കാൻ പറ്റൂല. ഞാനൊന്ന് ലീവായിക്കൊണ്ട്. അല്ല ഇപ്പൊ എന്നോട് ഇങ്ങനെ വാക്ക് പറഞ്ഞു നമ്മളെ കുഞ്ഞിമോന്റെ പെങ്ങളെ ഒരു കല്യാണക്കാരി എന്തായിപ്പത്? ഇപ്പൊ ഇങ്ങനെ പറയണ്ട്. ഇപ്പൊ എടുക്കണ തീരുമാനം തന്നെ വെച്ചോളൂ. വാലേക്കും സലാം വറഹ്മത്തുള്ളാഹ്. ഇങ്ങോട്ട് കയറിക്കടാ. ഞാൻ നിങ്ങൾ പറഞ്ഞേ ആ കത്തേറ്റ് വന്നാണ്. കുഞ്ഞാനെ എന്റെ അമ്മോൻ കമ്മിറ്റിപ്പെട്ട ആളാണ്. മൂപ്പര് അതിലുണ്ടാവുമ്പോഴേ വാക്കാലെ പറഞ്ഞാൽ പോരാ, നിർബന്ധമായിട്ട് ഒരു കത്ത് വേണമെന്നുള്ള നിലയ്ക്ക് ഞാൻ പറഞ്ഞാണ്. എനിക്ക് എങ്ങനെയായാലും ഈ കല്യാണം നടക്കണം. എൻ്റെ പെങ്ങൾക്ക് കുറെ വയസ്സായിരുന്നു. അമ്മോങ്ങാക്ക് ഇന്ന് വരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. മൂപ്പര് ഇപ്പൊ ഈ ഒരു കല്യാണ കേസ് വന്നപ്പോ അത് മുടക്കാനായിട്ട് നടത്തുക. ഈ സലാമായിട്ടുള്ള കല്യാണത്തിന് എന്റെ അമ്മോങ്കാക്ക് എന്താ പ്രശ്നം പറയണ്ട്? അമ്മോങ്ങാക്ക പറയണതേ മോന് തറവാടില്ല എന്നാണ്. നിങ്ങൾക്കറിയാലോ സലാമിന പിരാങ്കപ്പ എവിടുന്നോ കൊടുന്നുകാണ്ട് മോൻ പിന്നെ നമ്മളെ മതത്തേക്ക് കടന്നു വന്നാണല്ലോ. അപ്പൊ അമ്മോങ്ങാക്ക ഇഷ്ടപ്പെടുന്നില്ല. എടാ, നമ്മളെ മതത്തേക്ക് കയറി വരുമ്പോ നമ്മൾ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കാൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. എന്റെ അമ്മോങ്ക ഒരു കമ്മിറ്റിക്കാരനാന്നുള്ള ആ മാനദണ്ഡമൊന്നും അറിയില്ലേ? നിന്റെ ഉമ്മ മരിച്ചതിനേശേ നമുക്കിപ്പോ ആകെ ഈ അമ്മോനുള്ളൂ. വേറെ ആരോട് നമുക്ക് ചോദിച്ചാലില്ല. മൂപ്പർക്ക് ഭയങ്കര ഭാഷ്യമാണ്. മൂപ്പര് കുടിച്ച മുയലിന് 3 കൊമ്പ് എന്നുള്ള ഇതിൽ നടക്കണം. പള്ളി കമ്മിറ്റിയിൽ എന്നും അയാളൊരു തലവേദന തന്നെയാണ്. പിന്നെ 10 ഉറുപ്പ്യ ഉണ്ട് ആ തളപ്പയൊക്കെ ഉണ്ടേനും അങ്ങനത്തെ കൂട്ടിപ്പിടിച്ച് കൊണ്ടുകൊണ്ട് എന്തുകൊണ്ടാ അറിയാം, ആ 10 ഉറുപ്പ്യ കണ്ടിട്ട് തന്നെയാണ്. ഞങ്ങൾക്ക് തരയിട്ടല്ല, നട്ടുച്ചക്ക് രാത്രി എന്ന് പറഞ്ഞാൽ നമ്മളത് വിശ്വസിച്ച് കൊടുക്കണം. എന്താ ഇപ്പൊ ചെയ്യാ? ഏതായാലും നിങ്ങളെ കമ്മിറ്റി കൂടുമ്പേ ഈ കത്തോടെ ഒന്ന് വെക്കി. പിന്നെ ഇപ്പൊ ഇത് നമ്മക്കിപ്പോ വേറെ രീതിയിൽ കൂടി നടത്താൻ അറിയാഞ്ഞിട്ടൊന്നല്ല. പിന്നെ ആദ്യം നമ്മൾ ഈ പള്ളി കമ്മിറ്റിക്കാരും നാട്ടിലെ കാരണന്മാരൊക്കെ ഒന്ന് അറിയിക്കണ്ടേ. അതുകൊണ്ട് പങ്കെടുത്തേക്ക് തന്നെ വന്നിക്കണം. വിജയ്, വേറെ പ്രശ്നത്തിനൊന്നും പോണ്ട. ഏതെങ്കിലും ആ കത്തിനുണ്ടോ? ഞാന് ഇമ്രാജിന്റെ വീട്ടിൽ നിന്ന് പോകേണ്ട ഒരു ആവശ്യമുണ്ട്. എനിക്ക് ഒന്ന് മെരുക്കെടുക്കാൻ പറ്റുമോ നോക്കട്ടെ. ശരിയാവണില്ല എന്നുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് കമ്മിറ്റിയിൽ വെച്ചാൽ മതി ഈ വിഷയം. സലാമേ സലാമേ, ഇജ്ജ് മാറ്റിയില്ലടാ. ഞാൻ മാറ്റിക്കണപ്പാ. നിങ്ങളിപ്പോ വിളിച്ചു വിചാരിച്ചിട്ടേ അവിടുന്ന് ഓലപ്പട്ടയും തേങ്ങ ഒന്നും കൊണ്ടുവരാനല്ലോ. ഓലപ്പട്ടിയും തേങ്ങയൊന്നേ കൊണ്ടുവരാനൊന്നും ജഡ്ജി ഇട്ടുകൊടുത്ത ഉണങ്ങിപ്പോയാൽ മതി. എനിക്ക് ചളിയൊന്നും ആവൂല. എൻ്റെ ഈ വണ്ടി ആയിട്ടാണ് പോവുക. അല്ല ഇജ്ജെന്തേന്ന് പണിക്കോ വാഞ്ഞു? ഞാനൊന്നും പോയിട്ടില്ല. ഇന്നലെ തുടങ്ങിയ ഒരു ചെറിയ തലവേദന. അബ്ബാസ് പോയപ്പോ എന്നെ വിളിച്ചിരുന്നു. എന്നിട്ടിപ്പോ തലവേദന ആയിട്ട് ആശുപത്രിയിലൊന്നും കാട്ടിയിട്ടില്ല ജഡ്ജി? ഞാൻ ഇന്നലെ ചട്ടിപ്പറമ്പ് പോയിരുന്നു. ആ റെയിൻ ഡോക്ടറെ കാണിച്ചിട്ടുണ്ട്. ഇപ്പൊ കുറച്ചൊക്കെ ഭേദമുണ്ട്. എന്നാ പോവല്ലോ, എന്റെ വണ്ടി മേലെ കയറിക്കോളി. ഞാൻ ഇറങ്ങാം. പടവേരി പിന്നെ വന്നിട്ടില്ല പോല്. അത് രാവിലത്തെ മയോണ്ട ഈ കാരന്നാ. നിങ്ങളിപ്പോ എന്തിനാ പണിക്കാരില്ല അങ്ങോട്ട് പോകുന്നത്? ഞാനിപ്പേ അന്യം കൂട്ടിയാണ് പോകുന്നതേ. ഇപ്പൊ ഈ പടുത്ത് വെച്ചത് ഞാനിപ്പോ അതിരിട്ടുകാണ്ട് പടുത്തതാണ്. ഇതിപ്പോ 7 സെന്റ് സ്ഥലമുണ്ട്. അപ്പൊ ഇത് എൻ്റെ പേർക്കണ്ട് ആധാരമാക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി കൂടിക്കാണ്ടേ ഇതിൽ ചെറിയൊരു കൂര വെച്ചിട്ടാണ്. എന്റെ പേർക്ക് ഈ സ്ഥലം ആക്കണപ്പഞ്ഞ്. ഞാൻ ഇപ്പൊ ആ നിൽക്കുന്നിടത്ത് നിന്നാ പോലെ. അതൊന്നും പറ്റൂല. ഇതൊരു കല്യാണമൊക്കെ കഴിച്ചിക്കാണ്ട് ഒരു പെണ്ണിനേറ്റ് വരുമ്പോഴേ ആ നിർത്താൻ പറ്റൂല. ഞാൻ നമ്മളെ പേരൻ്റെ ബാക്കിൽ ഒരു 5 സെന്റ് സ്ഥലം എൻ്റെ പേർക്ക് ആക്കണം എന്നാണ് വിചാരിച്ചിരുന്നത്. അവിടേക്കാകുമ്പോൾ ഒരു ചോട്ടേജ് ഉണ്ടാവുള്ളൂ. അതിപ്പോൾ എന്നും ശരിയാവില്ല. ഒരു ബജ്ജുള്ള സ്ഥലം ആയിക്കോട്ടെ വെച്ചിട്ടാണ് ഞാൻ ഇപ്പം ഇങ്ങോട്ട് മാറ്റിയത്. നമ്മളെ പേരന്റെ ബാക്കിൽ തന്നെ വെച്ചതല്ലേ. ഇതൊക്കെ ആകുമ്പോ എന്താണോ വലിയ പേരന്റെ ഭൂമിയാണേനും ഇതൊന്നും വേണ്ടിയിരുന്നില്ല. ഇത് നിങ്ങളടുത്ത് ഇങ്ങനെ ആവുമ്പോ ഇച്ചൊരു സമാധാനമാണ്. അവിടെ ആവുമ്പോഴേ ഒരു ചവിട്ടേജ് ഉണ്ടാവുള്ളൂ. അതൊക്കെ നാളെ പിറ്റേ നിങ്ങൾക്ക് ഇടങ്ങാറാണ്. ഇതിപ്പോൾ എൻ്റെ പേർക്ക് ആക്കണം. ഞാനിപ്പോൾ അബ്ബാസിനോടും സുക്കൂറിനോടും സുറാബിനോടൊക്കെ ഇത് ചോദിച്ചതാണ്. ഓൽക്കൊന്നും ഇപ്പോൾ എതിരഭിപ്രായമൊന്നുമില്ല. ഇപ്പം വയസ്സായി. ഇനി എന്തേലുമൊക്കെ ഇപ്പാക്ക് ആയി കഴിഞ്ഞാൽ എനിക്കൊന്നും ഉണ്ടാവില്ല. അവസാനം ഇപ്പാൻ്റെ കുട്ടി ആകെ ഇടങ്ങാറായി നടക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഇതിപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ ചെയ്യേണ്ടത്. എന്നാലിപ്പോ ഓലിക്കേ അബ്ബാസിന് നാളിങ്ങനെ പെര കയറ്റണം എന്നൊക്കെ ആലോചിച്ചിരുന്നോ? ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് ഇച്ചിരി തരുമ്പോ ഓലിക്ക് എന്തെങ്കിലും തോന്നാവോ? ഓൽക്കൊന്നും തോന്നാനില്ല. ഓനോടൊക്കെ ഞാൻ ചോദിച്ചതാണ് എനിക്കേറ്റ ഇവിടെ പെരാറ്റണോ. ഓനാ കീപാടത്ത് നമ്മളെ സ്ഥലം ഉണ്ടല്ലോ അവിടെ കയറ്റാന്നാണ് പറഞ്ഞിട്ടുണ്ടത്. ഇജ്ജ എൻ്റെ ഫോട്ടും ആധാർ കാർഡ് കയറ്റി
നമുക്ക് ആ രജിസ്റ്റർ ഓഫീസിൻ്റെ അടുത്തൊന്ന് പോയിരുന്നു. അവിടെ എഴുതാൻ കൊടുക്കണത് എൻ്റെ പേർക്ക്. ഞാൻ വില്ലേജിൽ നിന്ന് പേപ്പറും ഇതൊക്കെ ശരിയാക്കിക്കണം. അപ്പോൾ അതിലിട്ട് അതിൻ്റെ പ്ലാനും ഒക്കെ ഉണ്ട്. അതായിട്ട് നമുക്ക് രണ്ടാം കൂടി ഒരു ഒഴിവുള്ള ദിവസം പോകണം. അതിൻ്റെ അടിയിലാണ് ഇപ്പോൾ ഈ മതിലൊക്കെ പാടെ കെട്ടണം എന്ന് വിചാരിച്ചിട്ടുണ്ടത്. ഈ പന്നിയാൾ വല്ലാതെ വന്നുകാണ്ടേ ഈ കവുങ്ങിൻ്റെ തോടും ആ വായൻ്റെ തോടൊക്കെ പാടെ കുത്തിപ്പൊളിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനും വേണ്ടിയാണ് ഇപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടത്. ആ ഫോട്ടോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് മരക്കാരാക്കാക്ക് വേണ്ടിയിട്ടേ. ഞാൻ ഒഴിവിനനുസരിച്ച് നമുക്ക് രണ്ടാൾക്കും പോവാം. നാളെ ചെറിയൊരു പണിയുണ്ട്. എന്താ മോനെ എനിക്കൊരു ക്ഷീണം? ഇജ്ജ് ബസ് ഇറങ്ങി നടന്നവര് നമുക്കൊരു ഓട്ടോറിക്ഷയ്ക്ക് പോന്നൂടുന്നോ? 30 ഉറുപ്പ്യല്ലേ ഉള്ളൂ മാനോ? ഇച്ചിപ്പോ നടന്നു പോകുന്ന ക്ഷീണമൊന്നുമല്ല. ഞാൻ നല്ലോ നടന്ന ആളാണ്. ഇച്ചിപ്പോ എന്റെ ആങ്ങളുടെ കാര്യം ആലോചിച്ചിട്ടാണ് വല്ലാത്തൊരു തലവേദന. കിടന്നിട്ട് ഉറക്ക് വരാതെ. എന്തിന്റെ കാക്കാക്ക് ഒരു പ്രത്യേകിച്ച് എന്തേണ്ടോ? 1:30 രാത്രിക്ക് വിളിച്ചിരുന്നല്ലോ. ഒന്നാരാഴ്ചമോ അതിന് ഒരു സോക്കടും ഇല്ല. അതിനിപ്പോ ഒരു മൂച്ചിപ്പിരാന്താണ്. എന്താന്നോ ആ കണ്ണായ സ്ഥലം ആ സലാമിന് എഴുതി കൊടുക്കാൻ നിൽക്കുകയാണ്. ഇജ്ജതൊന്നും അറിഞ്ഞിട്ടില്ല? ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല. ഏത് സ്ഥലം? ആ പള്ളിയാലുള്ള സ്ഥലം? അതെന്താ സ്വന്തം മക്കൾക്ക് കൊടുക്കാതെ അവന്റെ വളർത്തുമോനെ കൊടുക്കണേ? ആ സ്ഥലം തന്നെയാണ്. നിന്റെ പെങ്ങളുണ്ടല്ലോ, അവളൊരു പോത്താണ്. അവളോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമ്മളെ കുടുംബത്തിലൊരു ബുദ്ധി ഉള്ളത് ഇജ്ജാണല്ലോ. അപ്പൊ ഞാൻ എന്നോട് വന്ന് പറയാ ചിട്ടാ. ഈ കാര്യം എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. എന്നോട് പറയില്ല. എന്നോട് പറഞ്ഞാൽ എൻ്റെ ഞാൻ എതിർക്കും. അതുകൊണ്ട് എന്നോട് പറയാത്ത. ഞാൻ അമ്മൂന്റെ അടുത്ത് ചെന്ന് പറഞ്ഞപ്പോഴേ ഓളാ നിന്നോട് പറഞ്ഞെന്താന്നോ, അത് പിന്നിലൊരു 5 സെന്റ് സ്ഥലം കൊടുക്കുകയാണ് ചവിട്ട് വെച്ചിട്ടിക്കാണ്ട്. ഇപ്പൊ അത് അളന്നിട്ട ഗുണ റോഡിന്റെ പക്കത്ത് തന്നെ അതിരൊക്കെ കെട്ടിയിട്ട ഗുണേ. ഓൻ ചെറിയ കുട്ടിയെന്ന് കാക്ക കൊണ്ടെന്ന് പറഞ്ഞാലും ഓൻ ഒന്നിനും കഴിയില്ലായിരുന്നു. ഇപ്പൊ ഓൻ വലിയ ആളായില്ലേ. ഇപ്പൊ ഓന്റെ കാര്യം ഓന് നോക്കാനായില്ലേ. ഇനി എന്തേലും തെണ്ടി തെറ്റി തിന്നോട്ടെ. കാക്കാക്കില്ലേ 3 കുട്ടികള്. ഓരോ കാര്യം വേണ്ട നോക്കുക. ആ കുട്ടീനെ ചെറുപ്പത്തിൽ കൊണ്ടുവന്നതിനെ വെച്ച് പറ്റിയിട്ടില്ല. ആ കാരണത്താൽ എന്റെ 2 പെൺകുട്ടികളെ കല്യാണമാണ് മുടങ്ങിയിരിക്കണത്. ഈ കാര്യങ്ങളൊക്കെ അളിയാൻകാർക്ക് അറിയാലോ. എന്നാലും എന്ത് പറഞ്ഞാലും അതിനാണ് മണ്ടിക്ക് കയറില്ല. ഞാൻ പറയാൻ പോയിട്ടില്ല കേട്ടോ. ഞാൻ പറയാൻ പോയി എന്റെ തല കൊത്തി പറിച്ചു. ഇജ്ജിപ്പോ പെങ്ങളല്ലേ, ഇജ്ജ് പറഞ്ഞ അളിയാൻക കേൾക്കും. ഇജ്ജ് ചെന്നുകാണ്ടേ അത് എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞ് തലീന്ന് ഒഴിവാക്കാൻ. അല്ലാതെ അത് ശരിയാവില്ല കേട്ടോ. ഞാനേ കാക്കാനോട് പറയാ. പക്ഷെ ഇജ്ജിപ്പോ എങ്ങനെ അറിഞ്ഞു ചോദിച്ചു. അപ്പൊ ഞാൻ മാനോടെ വന്നിരുന്നോ എന്നോടൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അറിഞ്ഞാണ്. പൊന്നാരാഴ്ചമോ ഞാൻ പറഞ്ഞതാണെന്ന് ഒരിക്കലും പറയരുതട്ടാ. ആ പെൺകെട്ടേരന്മാർക്കാരില്ലേ അത് ഇവിടെ വന്നപ്പോ എന്നോട് പറഞ്ഞതാന്ന് പറഞ്ഞാ മതി. ഇതിലേക്ക് നോക്ക്. അങ്ങോട്ട് കിട്ടി നോക്കല്ല. ഈ പെണ്ണുണ്ടല്ലോ, ഇതെങ്ങനെയുണ്ട് നോക്ക്. ഇനി വേറെ ഒന്നുണ്ട്, കണ്ടോ? കണ്ടൊക്കെ കണ്ടു പറഞ്ഞോ. ഇത് കണ്ടില്ലേ? ഇതിന് എൻ്റെ മാതിരി തന്നെ കുറച്ച് പല്ല് പൊന്തിക്കണമെന്നുള്ളൂ. പക്ഷെ 8 മൂടാനുള്ള മുതലുണ്ട്. അതിൻ്റെ അടുത്ത് ഇപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ അതൊക്കെ ചണ്ടിയായില്ല, എന്നോ ഒഴിവാക്കണം. ഇനി അതും അല്ലെങ്കിൽ വേറെയുണ്ട്. ഇത് നോക്ക്, ഇതും വലിയ കുഴപ്പമില്ല. 2 പല്ലേ പൊന്തിയിട്ടുള്ളൂ. അതും പറ്റും. ആലോചിക്കാണ്ട് സമയം കളയണ്ട. ഒരു ഉറപ്പ് എപ്പോൾ തന്നെ പറയണം. നിങ്ങളിപ്പോൾ ഈ കാണിച്ചു തരുന്നതൊക്കെ ഈ പല്ല് പൊന്തിയതാണ്. ഇന്റെ അടുത്തൊന്നുണ്ട്. അതിന് ഞാൻ ഈ പല്ല് പൊന്തിയത് ഒഴിവാക്കാനാണ് ഞങ്ങളോട് വേറൊന്ന് ചോദിച്ചത്. അതും നിങ്ങൾ കാണിച്ചു തരുന്നത് പല്ല് പൊന്തിയതാ. പല്ല് പൊന്താത്തതുണ്ട്. പക്ഷെ എന്താ അറിയോ, ലേശം മുതൽ കുറയും. ഇത് നോക്ക്. പിന്നുണ്ട് ഒന്ന്, തീരെ പല്ലില്ലാത്തതാണ്. മുതൽ കൂടും. പറ്റുമെങ്കിൽ അതാ നല്ലത്. അപ്പളേ ഒരു 85-90 വയസ്സൊക്കെ ആയിട്ടുണ്ടാവൂലേ? അതിനിപ്പോ എന്തിനാ എനിക്ക്? അല്ല, ഇതിനെ ആദ്യം കെട്ടിച്ചന്ന് പല്ലൊക്കെ ഉണ്ടായിന്ന്. പിന്നെ സ്വഭാവ ദിവസം കൊണ്ട് അങ്ങനെ പോയതാണ്. കാക്ക, നിങ്ങൾ ഈ കാണിച്ചു തരുന്നതൊക്കെ കളവികളാണ്. എനിക്ക് പറ്റിയത് ഒരു 35-40 വയസ്സിന്റെ ഉള്ളിലുള്ള കൊണ്ടുവരാൻ പറ്റും. അടക്ക്. അസ്സലാമലൈക്കും. എന്താ മരക്കാരാക്ക? ഇജ്ജ് കിടുവാ, എന്നോടൊരു കാര്യം പറയണ്ട്. എത്ര സ്വകാര്യം പറയാനുള്ളത്? ഇനി എന്നോട് പൈസ ഒഴിക്കല്ലിട്ടാ. ഞാൻ ഒന്നും എടുത്തിട്ടില്ല. പൈസ ഒന്നും വേണ്ട. ഇജ്ജ് ആ ചെക്കൻ്റെ പെങ്ങളെ പോയി കണ്ടോ? അതൊക്കെ കാണാം. ഞാൻ എപ്പോഴും കാണണല്ലോ. എന്റെ കൂട്ടുകാരന്റെ പെങ്ങളല്ലേ അപ്പൊ? എൻ്റെ ആ കൂട്ടുകാരനും എൻ്റെ വാപ്പയും കൂടി എന്നെ ചതിക്കുകയാണ്. എൻ്റെ നല്ല മനസ്സുകൊണ്ടാണ് എന്നോട് ഈ കാര്യം പറയേണ്ടത്. ആ പെണ്ണിന് എന്തോ മാറാത്തൊരു സോക്കടുണ്ട്. അത് ഇവൾക്കൊക്കെ അറിയും ചെയ്യാം. അപ്പൊ അതുകൊണ്ട് ഇജ്ജ് അതിന് നിന്ന് കൊടുക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനൊന്നേ എന്റെ വാപ്പ എന്നെ ചതിച്ചൂല. ഒന്നാരെ സലാമ, എൻ്റെ നേരെ വാപ്പയൊന്നുമല്ലല്ലോ. ആ ഇമ്മറാജിൻ്റെ അടുത്ത് എൻ്റെ വാപ്പ നല്ലൊരു സംഖ്യ വാങ്ങിയിട്ടുണ്ടാവും. ആ മാറാപ്പ എൻ്റെ തലയിൽ വെച്ചിട്ടാൻ വേണ്ടിയിട്ട്. നല്ല ആലോചിച്ച് പണിയെടുത്തോ. മരക്കാരാക്ക, എന്റെ വാപ്പ എന്നെ അങ്ങനെ ചതിച്ചൂല. ഞാൻ എന്റെ ചെറുപ്പം മോലെ എന്റെ വാപ്പായിട്ട് ഉമ്മായിട്ട് ഓലെ കണ്ടിട്ടുള്ളൂ. എന്റെ വാപ്പേ പൊട്ടങ്കരത്ത് ചാടാൻ പറഞ്ഞാലും ഞാൻ ചാടും. പിന്നെ നിങ്ങൾക്കൊക്കെ ഒരു തോന്നലുണ്ടാവും ഞാൻ മുസ്ലിം ആയത് എന്തെങ്കിലുമൊക്കെ കണ്ടിട്ടേക്കാന്ന്. ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടത്തിൽ ഈ മതത്തിൽ വിശ്വാസം ഉണ്ടായിട്ട് പോകുന്നതാണ്. എൻ്റെ പൊന്നാര സലാമേ, എനിക്ക് പറ്റിയ നല്ല കുട്ടികളെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് പേരും കൂടിയൊന്നുമില്ലല്ലോ. അതൊക്കെ സെറ്റ് ചെയ്താലുള്ള ആൾക്കാരും നമ്മളെ അടുത്തുണ്ട്. ഈ കാര്യം പറയാനപ്പോ നിങ്ങൾ എന്നെ വിളിച്ചെന്ന്. എനിക്ക് വേറൊന്നും നിങ്ങളോട് പറയല. എൻ്റെ വാപ്പാന്റെ തീരുമാനം തന്നെ എൻ്റെ തീരുമാനം.
എന്നാ ഞങ്ങൾക്ക് മനസ്സിലായിക്കോളും. ആചാര ഞങ്ങളിപ്പോ വന്നിട്ടുണ്ടതേ നിങ്ങൾ മദർസക്ക് വേണ്ടിട്ട് ഒരു 3 സെന്റ് സ്ഥലം തരാൻ പറഞ്ഞില്ലേ, അത് എത്രയും പെട്ടെന്ന് ശരിയാക്കി തരാണെങ്കിൽ വലിയൊരു ഉപകാരമായിരുന്നു നമുക്ക്. ആചാരെ നിങ്ങളത് തന്നാലേ നമ്മളാ മൂത്രപ്പരാകണോ അത് നീട്ടുണ്ടാക്കായിരുന്നു. ഇപ്പൊ കുട്ടികൾ കൂടി വരാണല്ലോ, നമ്മളെ മദർസിലാണ് സൗകര്യം ഇല്ലേനോ. അത് നമുക്ക് ശരിയാക്കാം. അത് ഇമ്മറാജി പറഞ്ഞതല്ലേ. എനിക്കൊരു നിബന്ധന ഉണ്ട്. മഹലിലുള്ള മൊത്തം ആളുകളിൽ നിങ്ങളത് വിളിച്ചിട്ട് ഇമ്മറാജി 3 സെന്റ് അല്ലെങ്കിൽ 4 സെന്റ് തന്നെ ആയിക്കോട്ടെ തന്നിട്ടുണ്ട് എന്നുള്ള വിവരം എല്ലാരും അറിയിക്കണം. അതിനെന്താ ആചാരെ, നമ്മളെ മഹലിലെ വാട്സപ്പ് ഗ്രൂപ്പില്ലേ അയക്കല് വിട്ടാൽ മതി, എല്ലാരും അറിയും. ഇനി അത് മാത്രല്ല നമ്മളെ പള്ളിന്റെ ഫേസ്ബുക്ക് പേജില്ലേ അതിലെ ഇട്ടാ ഞാൻ ഒഴിവ് അറിയും ചേച്ചും പ്രവാസികളും അറിയും. അതൊക്കെ വേണം. എന്നെങ്കിലേ തെരഞ്ഞീന് മനസ്സിക്ക് ഒരു സന്തോഷം ഉണ്ടാവും. പിന്നെ ആചാരെ വേറൊരു കാര്യം കൂടി പറയണ്ട. ഇപ്പൊ എന്താ നിങ്ങളെ പെങ്ങളെ മോണ്ടല്ലോ, ഓനോടെ പെരയിൽ വന്നിരുന്നു. ഓന്റെ പെങ്ങളുട്ടിന്റെ ഒരു കല്യാണത്തിന്റെ കാര്യം പറഞ്ഞു കണ്ട് ആ ചെക്കണ്ടല്ലോ ബീരാങ്കാന്റെ സലാമ് നല്ലൊരു പത്തരമാറ്റ ചെക്കനാണ്. അത് ഞമ്മക്ക് നടത്തി കൊടുത്തൂടെ? അന്റെ അടുത്ത് എത്തിയ ഓനെ എന്നോട് ഇവിടെ എത്തിയപ്പോ പറഞ്ഞത് ഓനെ കമ്മിറ്റി ഒന്ന് സഹകരിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു കത്ത് തന്നിട്ടുണ്ട്. അത് കമ്മിറ്റിയിൽ വെക്കാനുള്ളതാണ്. അപ്പൊ നമ്മൾ തമ്മിലുള്ള ആ ബന്ധം കൊണ്ട് ഞാൻ പറയണേ, അത് കമ്മിറ്റിയിൽ വെക്കണതിന്റെ മുന്നേ ഞമ്മക്കൊന്ന് സംസാരിച്ച് ആ കാര്യത്തിന് തീരുമാനം എടുത്തൂടെ? അനീഫ, ഈ കാര്യത്തിന് ഇമ്രാജിക്ക് ഒരു ചർച്ചയില്ല. അത് നമ്മളെ കുടുംബത്തിന് പറ്റിയതല്ല. ഓ അങ്ങനെ ഒരു കത്ത് തന്നിട്ട് ഞാൻ ചീന്തിട്ടാളെ. ആചാര്യ നിങ്ങൾ പറഞ്ഞ മാതിരി ആ ലെറ്റർ അങ്ങനെ ചീന്തിടാനൊന്നും പറ്റൂല. ഒരു മഹല്ല് നിവാസിയാണ്. അപ്പൊ നമ്മൾ കൂടി ആലോചിച്ചിട്ട് തീരുമാനം എടുത്തു കൊടുക്കലാണ് അതിന് ഭംഗി. എന്നാലേ ഞാനും ഈ മഹല്ല് നിവാസിയാണ്. ഇന്റെ ഒപ്പം നിങ്ങൾ കമ്മിറ്റിക്കാര് മുഴുവൻ നിന്നില്ലാന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, കുറച്ച് നേരത്തെ പറഞ്ഞൊരു സ്ഥലത്തിന്റെ കാര്യം അത് ഇമ്രാജിലേക്ക് നാട് കിട്ടൂല.